കേരള പോലീസിന്റെ അന്വേഷണ മികവാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസന്വേഷണത്തിലൂടെ ഒരിക്കൽ കൂടെ തെളിയുന്നത്. ലഭ്യമായ ചെറിയ വിവരങ്ങളും തെളിവുകളും കൂട്ടിയിണക്കിയാണ് അന്വേഷണ സംഘം 10ാം ദിവസം പ്രതിയെ പിടികൂടിയത്. CCTV ക്യാമറയിലെ അധികം വ്യക്തതയില്ലാത്ത ദൃശ്യങ്ങൾ, ദൃക്സാക്ഷികളില്ല, ദുർബലമായ വിവരങ്ങൾ. മെയ് 15-ന് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തി സ്വർണ്ണക്കമ്മൽ കവർന്ന് ഉപേക്ഷിച്ച സംഭവത്തിന് പിന്നാലെ പോലീസ് അന്വേഷണം തുടങ്ങുമ്പോൾ സാഹചര്യം ഇങ്ങനെയായിരുന്നു. CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതിലൂടെ സംഭവശേഷം നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട കുടക് സ്വദേശിയായ PS സലീമിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചു. ഇയാൾ ഫോൺ ഉപയോഗിക്കാത്തത് അന്വേഷണം പ്രതിസന്ധിയിലാക്കി. പ്രതി ബന്ധപ്പെടാൻ സാധ്യതയുള്ളവരെ നിരീക്ഷണത്തിലാക്കി ഫോൺ വിളിക്കാത്ത അന്വേഷണ സംഘം. ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്നും 2 പേരുടെ നമ്പറുകളിലേക്ക് ഫോൺ വിളിയെത്തി. ഫോൺ വിളിയുടെ ഉറവിടം തേടി 6-അംഗ സ്പെഷ്യൽ സ്ക്വാഡ് ആന്ധ്രയിലെ അഡോണിയിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 55 കിലോമീറ്റർ അകലെയുള്ള ഒരു കർഷകന്റെ മകന്റെ ഫോണിൽ നിന്നാണ് വിളിയെത്തിയതെന്ന് മനസ്സിലായി. വിദ്യാർത്ഥി പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഈ ഫോൺ വാങ്ങിച്ചാണ് പ്രതി നാട്ടിലേക്ക് വിളിച്ചത്. പ്രതിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ അഡോണി റെയിൽവേ സ്റ്റേഷനും തൊട്ടടുത്തുള്ള ദർഗയും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായി അന്വേഷണം. ട്രെയിനുകളിൽ എത്തുന്നവരെയും പോകുന്നവരെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. 3 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ ട്രെയിനിൽ രക്ഷപ്പെടാനായി റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതിയെ കണ്ടെത്തി. നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴുള്ള അതേ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. ഫോട്ടോ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം പിടികൂടി. അഡോണി റെയിൽവേ സ്റ്റേഷനിലും സമീപത്തെ പാർക്കിലുമായി 2 ദിവസം തങ്ങിയ പ്രതി സമീപത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് താൽക്കാലികമായി ജോലി ചെയ്തു. പ്രതിയുമായി കേരളത്തിലേക്കുള്ള യാത്രക്കിടെ പോലീസ് വാഹനത്തിന് ടയർ പഞ്ചറായി മണിക്കൂറുകളോളം വഴിയിൽ കിടക്കേണ്ടി വന്നു. ഈ സംഭവം നടന്നതിന് ശേഷം നമ്മളൊരു പ്രത്യേക ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു. അതിൽ ടീം മെമ്പേഴ്സിന് വിവിധ റോൾസ് കൊടുത്തു. അത് പല രീതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് നേരിട്ട് ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളല്ല. പക്ഷേ ഈ പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നമ്മളൊരു പഠനം നടത്തി. അവിടെയൊക്കെ നമ്മൾ പോലീസിനെ അന്വേഷിപ്പിച്ചു. ഇടയ്ക്ക് വെച്ച് 1-2 നമ്മൾ സംശയിക്കുന്ന ആളുകൾക്ക് 2-3 കോൾസ് കിട്ടി. അത് പക്ഷേ പ്രതിയുടെ ആണോ എന്നുള്ള അറിയത്തില്ലായിരുന്നു. എന്നാൽ പോലും അതിൻ്റെ ലൊക്കേഷൻ എടുത്ത് ആ സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോലീസ് പാർട്ടിയെ വിട്ടു. അങ്ങനെ 2-3 ദിവസങ്ങളായിട്ട് മോണിറ്റർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. പ്രതിക്ക് ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള വ്യക്തിയാണ്. നേരത്തെ 2-3 കേസുകളിൽ പ്രതിയാണ്. സമാനമായ ഒരു കേസ് 2022-ലുണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാത്രി പ്രതിയെ ഹൊസ്ദുർഗ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. തെളിവെടുപ്പിന് ശേഷം കോടതിയിലെത്തിച്ച പ്രതി റിമാൻഡിലാണ്. CCTV ദൃശ്യങ്ങൾക്കൊപ്പം ക്രിമിനൽ പശ്ചാത്തലവും പഴയ കേസുകളും പ്രതിയെ തിരിച്ചറിയാൻ സഹായിച്ചു. നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി തലശ്ശേരി, മൈസൂരു, ബംഗളൂരു, മുംബൈ, ആന്ധ്രയിലെ അഡോണി എന്നിവിടങ്ങളിലേക്കാണ് സഞ്ചരിച്ചത്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് തിങ്കളാഴ്ച ഹർജി നൽകും. കസ്റ്റഡിയിൽ കിട്ടിയാൽ ജ്വല്ലറിയിൽ വിറ്റ പെൺകുട്ടിയുടെ കമ്മൽ കണ്ടെടുക്കും. DNA ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കും. ഹൊസ്ദുർഗ് ഡിവൈഎസ്പി VV ലതീഷിന്റെ നേതൃത്വത്തിൽ 3 ഡിവൈഎസ്പിമാരും CIയും ഉൾപ്പെട്ട 26-അംഗ സംഘമാണ് കേസ് അന്വേഷിച്ചത്. റേഞ്ച് IG, ഉത്തരമേഖല IG, ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയവർ നിരന്തരം അന്വേഷണ പുരോഗതി വിലയിരുത്തി. ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിലെ പോലീസുകാരുടെ സഹായവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്.